ഹായ് ഹലോ, ചിങ്കീസ് ആണ് കേട്ടോ. ഇത്തവണ ചിങ്കീസ് വന്നിട്ടുള്ളത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ഓർഡറും അതിൻ്റെ ഡെലിവറി എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണേ. ചിങ്കീസിന് വന്നിട്ടുള്ള ഓരോ ഓർഡേഴ്സും വ്യത്യസ്തമായിരുന്നു. ഓരോന്നും നമ്മൾ വ്യത്യസ്തമായിട്ട് തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്തവണത്തെ ഓർഡറും അതുപോലെ തന്നെയാണ് കേട്ടോ, ഒരു വ്യത്യസ്തമായിരുന്നു. മണ്ണിനെയും പ്രകൃതിയെയും പുഴയെയും മരത്തിനെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കസ്റ്റമറായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അദ്ദേഹം സ്വന്തം ഫിയാൻസിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി ഒരു 9 കൂട്ടുകാരെ തൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കണമെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല, ഈ 9 കൂട്ടുകാർക്കും തൻ്റെ പ്രിയപ്പെട്ടവളുടെ സ്പെഷ്യൽ ഡേയിൽ ഗിഫ്റ്റായിട്ട് കൊടുക്കാനായിട്ട് പൂക്കൾ ഉണ്ടായിരിക്കണമെന്ന്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യം പിടികിട്ടിട്ടുണ്ടാവുമല്ലോ 9 ഫ്രണ്ട്സിനെ പറ്റിയിട്ട്. അതെ, 9 ലിവിങ് പ്ലാന്റ്സിനെയാണ് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ചിങ്കീസ് ഫേസ് ചെയ്ത ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നാട്ടിലെത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ 1 വീക്ക് മുമ്പായിരുന്നു എല്ലാ പ്ലാന്റ്സിനെയും കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ അടുത്ത ആഴ്ചത്തേക്ക് ഈ പ്ലാന്റ്സിൻ്റെ കണ്ടീഷൻ ഇതേപോലെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ രീതിയിലുമുള്ള ഒബ്സർവേഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. പ്ലാന്റിൻ്റെ ഹെൽത്ത് ആണെങ്കിലും ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ അന്നത്തെ ദിവസം അത് ബ്ലൂം ചെയ്യാൻ കേപ്പബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം നോട്ട് ചെയ്തിട്ടായിരുന്നു പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ 9 കൂട്ടുകാരെ ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ വെറുതെ അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ. അതിൽ നമ്മുടെ ചിങ്കീസിൻ്റെ ട്രേഡ് മാർക്ക് ആഡ് ചെയ്യണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് 9 പ്ലാന്റ്സിലും ഞങ്ങൾ 9 പേര് കൊടുത്തത്. ആ 9 പേരിൻ്റെയും ആദ്യത്തെ ലെറ്റർ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞൊരു മെസ്സേജാണ് കിട്ടുന്നത്. അത് കൂടാതെ തന്നെ ഓരോ ലെറ്ററിൻ്റെ താഴെ കൊടുത്തിട്ടുള്ള സ്റ്റിക്കി നോട്ടിലും ആ പ്ലാന്റ് ബർത്ത്ഡേക്കാരിക്ക് കൊടുക്കാൻ വേണ്ടി കാത്തു വെച്ചിരുന്നൊരു മെസ്സേജും കൂടെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ 9 കൂട്ടുകാരെയും കൂടെ ഒരുമിച്ച് ബർത്ത്ഡേക്കാരിയുടെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യാമെന്നുള്ള ആലോചനയിൽ നിന്നാണ് എന്നാൽ പിന്നെ ഇവരെല്ലാം കൂടെ ഒരുമിച്ചൊരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്ത് ഒരു ഓപ്പൺ ബോക്സിലാക്കി കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഐഡിയയിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് നിങ്ങൾ കഴിഞ്ഞ ഫസ്റ്റ് പാർട്ടിലെ വീഡിയോയിൽ കണ്ടിരുന്നത്. എന്തായാലും അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണാനൊരു ചെറിയൊരു മിനി ഗാർഡൻ ലുക്കില്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? 9 കൂട്ടുകാർ മാത്രമല്ല കേട്ടോ, യെല്ലോ ജെർബറ ഫ്ലവേഴ്സും റോസസും വെച്ചിട്ടുള്ള ക്യൂട്ടായിട്ടുള്ളൊരു ബൊക്കയും 1 kg വരുന്ന സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു വാനില കേക്കും കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ കേക്കിൻ്റെ ഡിസൈനും നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ബോക്സിൻ്റെ ഡിസൈനും ഏകദേശം സിമിലർ അല്ലേ? കുഞ്ഞു പൂന്തോട്ടമായിട്ട് ചിങ്കീസ് പറഞ്ഞ സമയത്ത് തന്നെ വീട്ടിലെത്തി കേട്ടോ. പ്രതീക്ഷിച്ചതിൽ അടിപൊളിയായിട്ട് ആൾ സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ വീഡിയോ കണ്ടാലോ?